യെസ്, അപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ LDF-ൽ നടക്കുന്ന അസാധാരണമായ പൊട്ടിത്തെറി ഇന്ന് അതിന്റെ തുടർചലനങ്ങൾ എന്തായിരിക്കും? അതായത് ഇടതു മുന്നണി ചെന്ന് വെട്ടിരിക്കുന്ന ഒരു ഊരാക്കുടുക്കാണത്. PM ശ്രീ എന്ന് പറയുമ്പോൾ ഇപ്പൊ കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. PM ശ്രീയിൽ CPI LDF-ൽ ഉയർത്തിയ കലാപക്കൊടി ഇന്ന് അതിനൊരു നിർണായകമായ ഘട്ടവും നിർണായകമായ സന്ധിയുമാണ്. എന്നുവെച്ചാൽ മന്ത്രിസഭാ യോഗത്തിൽ CPI പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. യെസ്, എന്തായാലും ഇന്ന് ചേരുന്ന CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടാവുക. പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ CPI ഒരു തീരുമാനമെടുക്കും. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ CPIയുടെ തീരുമാനം മുന്നണി ആകെ ഉലച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുമെന്നാണ് നിലവിലെ വിവരം. കണ്ണൂരിലായിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിപാടികൾ റദ്ദാക്കി പുലർച്ചെ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ച് ഇന്ന് UDSF സംസ്ഥാന വ്യാപക വിദ്യാഭ്യാസ ബന്ദിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. യെസ്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ഗുഡ് മോർണിംഗ്. വലിയൊരു പ്രതിസന്ധിയിൽ, അസാധാരണമായ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് LDF എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ പിന്മാറുക എന്നുള്ള ഒരേ ഒരു ആവശ്യത്തിൽ ഉറച്ച് CPI മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പിന്മാറ്റം എന്നുള്ളത് ഈ ഘട്ടത്തിൽ സാധ്യമല്ല എന്നുള്ളതാണ്. പിന്മാറാനാണെങ്കിൽ ഇങ്ങനെ പോയി ഒപ്പിടേണ്ട ആവശ്യവുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ CPI ഇനി എന്ത് തീരുമാനമെടുക്കും? ഇന്ന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഒരു അസാധാരണമായ നീക്കം CPIയുടെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ള ആശങ്ക അത് CPM-നുമുണ്ട്. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളതാണ്. ഇതുവരെ നടന്നിരിക്കുന്ന എല്ലാ അനുനയ നീക്കങ്ങളും പാളിയ സ്ഥിതിക്ക് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം തന്നെ സംശയമാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലേക്ക് ഒരു തീരുമാനം മാത്രമല്ല, ഭാവി പരിപാടികളെ കുറിച്ചുള്ള ഒരു തീരുമാനം കൂടി CPIയിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കാമോ? എന്തൊക്കെ സംഭവവികാസങ്ങൾ നടക്കും ഷിജോ ഇന്ന്? ജിൽസി, സൈഫു, ഗുഡ് മോർണിംഗ്. അസാധാരണമായിട്ടുള്ള ഒരു ഊരാക്കുടുക്കിലാണ് ഇടതുമുന്നണി ചെന്ന് പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമെന്നുള്ളതല്ല. അസാധാരണമായിട്ടുള്ള വലിയൊരു ഊരാക്കുടുക്കിൽ തന്നെയാണ് നിലവിൽ ഇടതുമുന്നണി ഉള്ളത്. അതായത് PMCയിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ ഇടതുമുന്നണിക്കകത്തുണ്ടായിട്ടുള്ള വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഓരോ ദിവസവും അത് കൂടുതൽ വഷളാവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ CPM-ഉം പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുമ്പോഴും അതിനകത്ത് CPI-യെ അനുനയിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോ ദിവസവും നൽകുന്ന വിശദീകരണം ഇടതുമുന്നണിയെ സംബന്ധിച്ചുകൊണ്ട് അത് വലിയ തരത്തിലേക്ക് ഊരാക്കുടുക്കായിട്ട് മാറുകയാണ്. അങ്ങേയറ്റം വലിയ തരത്തിലുള്ള തലവേദനയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തു കാണേണ്ടത്, ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ഈ മന്ത്രിസഭാ യോഗത്തിനകത്ത് CPI മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതിനകത്താണ് വലിയ ആകാംക്ഷ. CPI മന്ത്രിമാർ പങ്കെടുക്കാനുള്ള സാധ്യത അങ്ങേയറ്റം കുറവാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേർന്നപ്പോൾ അന്ന് തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഒരു തരത്തിലും CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് CPI സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളവർ നമ്മൾ പുറത്തുവിട്ടതാണ്. അതിന് പിന്നാലെ കഴിഞ്ഞ തിങ്കളാഴ്ച ആലപ്പുഴയിൽ ചേർന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും സമാനമായ രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഒരു തരത്തിലും ഈ പറയുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിനുമപ്പുറത്തേക്ക് ഇന്നിപ്പോൾ എല്ലാ മന്ത്രിമാരും CPIയുടെയും CPM-ന്റെയും മറ്റ് ഘടകകക്ഷികളുടെയും മന്ത്രിമാരടക്കം തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ നിലവിൽ വിട്ടുനിൽക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാവിലെ 9 മണിക്ക് CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം CPI കൈക്കൊള്ളുക. നിലവിൽ എന്തായാലും CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇതിനിടയിൽ CPI-യെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള നീക്കം ഇപ്പോൾ ഈ പറയുന്ന CPM-ഇടയിൽ നടക്കുന്നുണ്ട്. MV ഗോവിന്ദൻ രാവിലെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അങ്ങനെ അനുനയ നീക്കം വലിയ തരത്തിൽ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ഇതിനിടയിൽ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ന് തന്നെ CPI-യെ അനുനയിപ്പിച്ച് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് CPM നേതൃത്വമുള്ളത്. അങ്ങനെ പങ്കെടുക്കാതെ മാറി എന്ന് കഴിഞ്ഞാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് CPM-നെ സംബന്ധിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇടതുമുന്നണിയെ സംബന്ധിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുക. എന്തായാലും 9 മണിയോടുകൂടി CPI-യുടെ അന്തിമ തീരുമാനം എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. നിലവിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമോ എന്നുള്ളതിനകത്തും ആകാംക്ഷ നിലനിൽക്കുകയാണ്. CPI മന്ത്രിമാർ രാജിവെച്ചുകൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് വരുമോ എന്നുള്ളതിനകത്തൊക്കെ വലിയ ആകാംക്ഷ നിറയുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് PM ശ്രീയിൽ ഉണ്ടായിട്ടുള്ള ഈ തരത്തിലുള്ള വലിയ ഊരാക്കുടുക്ക് എങ്ങനെ പരിഹരിക്കും എന്നറിയാതെ ഒരു നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴ്ന്ന രീതിയിലേക്ക് ഇടതുമുന്നണി പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ
സംജാതമായിട്ടുള്ളത്. എന്തായാലും എല്ലാവരും ആകാംക്ഷയോട് കൂടി നോക്കുന്നത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. കാരണം നവംബർ 1-ാം തീയതി ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുക. ആ തീരുമാനത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കുമോ എന്നതിനകത്തൊക്കെ വലിയ ആകാംക്ഷയുണ്ട്. എന്തായാലും